വ്യാഴാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഇസ്രായേൽ തലസ്ഥാനം പെട്ടെന്നാണ് ഭയത്തിൻ്റെ പിടിയിലേക്ക് മാറിയത്. ആളുകൾ ചിതറിയോടാൻ തുടങ്ങി. കാൽ തുളക്കുന്ന ശബ്ദത്തിൽ അപായ സൈറൻ ചുറ്റിലും മുഴങ്ങി. പേടിച്ചു പറച്ച ആളുകൾ കിട്ടുന്ന അഭയങ്ങളിലെല്ലാം ഓടി ഒളിച്ചു. യമൻ വിമത ഗ്രൂപ്പായ ഹൂതികൾ തൊടുത്തുവിട്ട 2 മിസൈലുകളാണ് ഇസ്രായേലികളെ പരിഭ്രാന്തരാക്കിയത്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ കൂട്ടത്തോടെ മുഴങ്ങിയതോടെയാണ് ഹൂതികളുടെ തിരിച്ചടി വരുന്ന കാര്യം ജനം അറിഞ്ഞത്. പിന്നീട് ജീവനും കയ്യിൽ പിടിച്ചുള്ള ഓട്ടത്തിലായിരുന്നു അവർ. മധ്യ ഇസ്രായേലിലെ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തെയും ടെല്ലവീവിന് തെക്കുള്ള സൈനിക കേന്ദ്രത്തെയും ലക്ഷ്യമിട്ടാണ് 2 പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടന്നത്. 2 മിസൈലുകളും വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹൂതി സേന ഏറ്റെടുത്തു. ആക്രമണം ലക്ഷ്യം കണ്ടതായി ഹൂതി സൈനിക വക്താവ് യഹിയ സരിയ അറിയിച്ചു. എന്നാൽ യമനിൽ നിന്ന് വിക്ഷേപിച്ച 2 മിസൈലുകൾ ഇസ്രായേൽ പ്രദേശത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഇതിനിടെ ടെല്ലവീവിന്റെ ആകാശത്ത് മിസൈലുകൾ കുതിക്കുന്നതിൻ്റെയും ആളുകൾ ഓടി ഒളിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. ഇതിനിടെ മിസൈലുകൾ കാരണം തങ്ങളുടെ ഒരു വിമാനം വഴിതിരിച്ചുവിടേണ്ടി വന്നുവെന്നും പിന്നീട് വിമാനം ടെല്ലവീവിൽ സുരക്ഷിതമായി ഇറക്കിയെന്നും ഇറ്റലിയിലെ ITA എയർവേസ് അറിയിച്ചു. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളുടെ തുടക്കം മാത്രമാണിതെന്നാണ് സംഭവത്തിന് പിന്നാലെ പ്രതികരിച്ച ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞത്. USS ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള ചെങ്കടലിലെ US യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് മറ്റൊരു ആക്രമണം നടത്തിയതായും ഹൂതി വക്താവ് പറഞ്ഞു. നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു അമേരിക്കക്കെതിരെയുള്ള ആ ആക്രമണം നടന്നത്. ഗസക്കാർക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീൻ എൻക്ലേവിലെ ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലി നാവിഗേഷൻ തടയുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 18-ന് ഗസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന 7ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇസ്രായേലിനും ചെങ്കടൽ കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ മാസം ആദ്യം പുനരാരംഭിച്ച യമൻ വിമതർക്കെതിരായ ബോംബിംഗ് ആക്രമണം അമേരിക്ക തുടരുന്നതിനിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം അൽ മസീറ TVയുടെ റിപ്പോർട്ട് പ്രകാരം സനായിലും പരിസര പ്രദേശങ്ങളിലും US സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി. അതിൽ 2 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഈ സംഭവത്തെക്കുറിച്ച് US പക്ഷം പ്രതികരിച്ചിട്ടില്ല. ഗസയിലേക്ക് മാനുഷിക സഹായം അനുവദിച്ചില്ലെങ്കിൽ ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഹൂതികളുടെ ഭീഷണിയെ തുടർന്നാണ് അമേരിക്ക കക്ഷി ചേർന്ന് ആക്രമണം നടത്തുന്നത്. ചെങ്കടൽ മേഖലയിൽ അമേരിക്കൻ ഇസ്രായേൽ സേനകളുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിൽ വലിയ വിജയമാണ് ഹൂതികൾ ഇതുവരെ നേടിയത്. ഇസ്രായേലിൻ്റെയും ഇസ്രായേലുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യം വെച്ച് പോരാട്ടം നയിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ.